الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് അള്ളാഹുവിന് ഇഷ്ടമുള്ള തഖ്വയുള്ള ജീവിതം നയിക്കാൻ സദാ പരിശ്രമിക്കണേ എന്ന് ആമുഖമായി എന്നെയും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശ്വാസികളെന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒട്ടനവധി അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. ആ അനുഗ്രഹങ്ങളെയൊക്കെ തിരിച്ചറിയുകയും അവകൾക്ക് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരുമാണ് യഥാർത്ഥ വിശ്വാസികൾ. ഒരു വിശ്വാസിയോട് നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ എടുത്തു പറയാൻ പറഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
നമ്മിലേക്ക് അള്ളാഹു അവൻ്റെ സന്ദേശങ്ങൾ നമുക്ക് പകർന്നു തരാൻ, നമുക്ക് ഹിദായത്തിന് കാരണമാവാൻ അള്ളാഹു നിയോഗിച്ചു എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആലി ഇമ്രാൻ അതിൻ്റെ 164-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മഹത്തായൊരു അനുഗ്രഹമാണ് എന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. അജ്ഞതയിൽ തപ്പിത്തടഞ്ഞ ഒരു വിഭാഗം, അവരിലേക്ക് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തെ പഠിപ്പിച്ചുകൊണ്ട് വേദഗ്രന്ഥത്തിൻ്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ നിയോഗിക്കുക വഴി വിശ്വാസികൾക്ക് നാം ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അതിമഹത്തായ ഒരു അനുഗ്രഹമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം അത് നമുക്ക് അങ്ങേ അറ്റത്തെ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുത് ആര് എന്ന് ചോദിച്ചാൽ, നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ടത് ആര് എന്ന് ചോദിച്ചാൽ, നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെ എന്ന് ചോദിച്ചാൽ, അതിനൊക്കെ ഒരേ ഒരു മറുപടിയാണ് ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാവേണ്ടത്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വിശുദ്ധ ഖുർആനിൽ അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സൂറത്തുൽ അഹ്സാബിന്റെ 6-ാമത്തെ വചനം. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ, വിശ്വാസികളുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നവനാണ് പ്രവാചകൻ. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ മിൻ അൻഫുസിഹിം, എത്രത്തോളം അവരുടെ സ്വശരീരങ്ങളെക്കാൾ, നമ്മേക്കാൾ കൂടുതൽ, ബാക്കിയൊക്കെ പിന്നല്ലേ, നമ്മേക്കാൾ കൂടുതൽ നാം സ്നേഹിക്കുന്നത്, നാം ബന്ധപ്പെടേണ്ടത്, നാമുമായി അങ്ങേയറ്റം ബന്ധമുള്ളത് അത് അള്ളാഹുവിൻ്റെ പ്രവാചകനാവണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അവനേക്കാൾ, അവൻ്റെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, സകല ജനങ്ങളെക്കാളും നാം വലുതെന്ന് തോന്നുന്ന ആരൊക്കെയുണ്ടോ, നാം ഏറെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആരൊക്കെയുണ്ടോ, അവരെക്കാളൊക്കെ ഞാൻ അവർക്കേറ്റവും പ്രിയപ്പെട്ടവരാകുന്നത് വരെ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളാരും യഥാർത്ഥ വിശ്വാസികളാവുകയില്ല, നിങ്ങളുടെ വിശ്വാസം അത് പൂർത്തീകരണത്തിലെത്തുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. മഹാന്മാരായ സ്വഹാബത്ത് അവർ നമ്മെപ്പോലെയല്ല. അള്ളാഹുവിൻ്റെ പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കാൻ, ആ പ്രവാചകൻ്റെ ശരീരത്തോടെ ജീവനോടെ പ്രവാചകനെ അവർക്ക് ലഭിച്ചവരാണ് മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും. അവരങ്ങേയറ്റം പ്രവാചകനെ സ്നേഹിച്ചിട്ടുണ്ട്. അങ്ങേയറ്റം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പ്രവാചകനോടുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത്, കാന വല്ലാഹി അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ ആബാഇനാ വ ഉമ്മഹാതിനാ വ മിനൽ മാഇൽ ബാരിദി അലൽ ളമ. എത്രത്തോളമായിരുന്നു ഞങ്ങളും പ്രവാചകനുമായുള്ള ബന്ധം, ഞങ്ങളും അല്ലാഹുവിൻ്റെ റസൂലുമായുള്ള ആ സ്നേഹബന്ധം. അല്ലാഹുവാണ് സത്യം, ആ പ്രവാചകനായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. മിൻ അംവാലിനാ, വല്ലാത്തൊരു പ്രയോഗമാണത്. ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. നമ്മുടെ സമ്പത്തിനേക്കാൾ നാം അല്ലാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മുടെ കച്ചവടത്തേക്കാൾ, നമ്മുടെ ബിസിനസ്സിനേക്കാൾ, വഔലാദിന, നമ്മുടെ കരളിൻ്റെ കഷ്ണമായ, നമ്മുടെ സ്നേഹനിധികളായ, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മക്കൾ, ആ മക്കളേക്കാൾ അല്ലാഹുവിൻ്റെ പ്രവാചകനെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നു. വആബാഇന വഉമ്മഹാതിന, ഞങ്ങളുടെ സ്നേഹനിധികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവരെക്കാൾ ഞങ്ങൾ സ്നേഹിച്ചത് ഞങ്ങളുടെ മാതാപിതാക്കളെയാണ്. ദാഹിച്ച് പരവശനായിരിക്കുമ്പോൾ ഒരിറ്റു തണുത്ത വെള്ളം ലഭിക്കുന്നത് ഞങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടോ, അതെത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ, അതിനേക്കാൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകനെയായിരുന്നു എന്ന് വല്ലാത്തൊരു വർത്തമാനമാണത്.
നമ്മളും ശ്രദ്ധിക്കേണ്ടത് അതാണ്. അവരൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചത് അങ്ങനെ അവരുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടതെന്ത് എന്ന് അവർക്ക് തോന്നുന്നുണ്ടോ അതിനേക്കാൾ ഒരു പടി മുകളിൽ അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ മഹാന്മാരായ സ്വഹാബത്തൊക്കെ തുനിഞ്ഞു എന്നുള്ളതാണ്. അവർ ആ സ്നേഹം യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അവരുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പ്രവാചകനുമായി ബന്ധപ്പെടുന്ന സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന് ഒന്നാം സ്ഥാനം കൊടുത്തതായിട്ട് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഓരോ ചരിത്രത്തിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ വേളയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ് പോകുന്നത്. ആ സമയത്ത് കുറച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു മുമ്പിലേക്ക് ഓടും, പിന്നീട് പ്രവാചകന്റെ പിറകിലേക്ക് തിരിഞ്ഞ് പ്രവാചകന്റെ പിന്നോട്ട് തന്നെ ഓടും. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും റസൂലുള്ളാഹിന്റെ മുമ്പിൽ കുറെ അങ്ങ് ഓടിയിട്ട് അങ്ങ് അപ്പുറത്തൊക്കെ പോയി ഒന്ന് നോക്കി തിരിച്ചു വീണ്ടും വരും. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഈ വെപ്രാളം കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, എന്തേ അബൂബക്കറെ ഒന്നിച്ച് നടക്കാതെ ഇങ്ങനെ കുറച്ച് മുന്നോട്ടോടുന്നു? റസൂലേ, ആരെങ്കിലും അങ്ങയെ ആക്രമിക്കാൻ വരുന്നുണ്ടോ? ആരെങ്കിലും നമ്മെ കാണുന്നുണ്ടോ? ഇത് നോക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകന് ഒരു അപകടം സംഭവിക്കുന്നതിനെ ഭയപ്പെട്ടുകൊണ്ട് അങ്ങേ അറ്റം ഭയപ്പെട്ട് പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ട് പ്രവാചകനെ സംരക്ഷിച്ചുകൊണ്ട് നടന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു അവരൊക്കെ സ്വന്തം ശരീരത്തെക്കാൾ അള്ളാഹുവിന്റെ പ്രവാചകനെ സംരക്ഷിച്ചത് നമുക്ക് കാണാൻ കഴിയും. ശത്രുക്കൾ ഒന്നാകെയുണ്ട്. ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പല അപകടങ്ങളും പല വ്യാജ വാർത്തകളും ഒക്കെ പരന്നു. മുഹമ്മദിനെ ഞങ്ങൾ കൊന്നു എന്ന് ശത്രുക്കൾ ആ തരത്തിലുള്ളൊരു വാർത്ത പരത്തി. ശത്രുഭാഗങ്ങളൊക്കെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മുസ്ലിമീങ്ങളിൽപ്പെട്ട പലരും വെപ്രാളത്തോടെ ഭയപ്പാടോടെ മുഹമ്മദ് നബിയെ പ്രവാചകനെ അവർ വധിച്ചോ എന്ന് വിചാരിച്ചുകൊണ്ട് തിരിഞ്ഞോടിയവരുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും കൂടിയ ചില സഹാബാക്കളുണ്ട്. റസൂലുള്ളാഹിന്റെ ചുറ്റും കൂടി പ്രവാചകനെ സംരക്ഷിക്കാൻ പ്രവാചകനവിടെ ജീവനോടെ ഉണ്ട് എന്ന് ബോധ്യമുള്ള ചില സഹാബാക്കൾ. അതിൽപ്പെട്ടതായിരുന്നു അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുന്നിലും പിന്നിലും ഇങ്ങനെ ഓടി നടക്കുകയാണ്. ആ സമയത്ത് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞ വർത്തമാനമുണ്ട്, ബി അബി അൻത വ ഉമ്മി ലാ തുഫ്ശിരിഫ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ അവനെ കുനിഞ്ഞിരിക്കണം, താങ്കൾ തല ഉയർത്തി നോക്കരുത്. അങ്ങനെ നോക്കിയാൽ യുസീബക സഹ്മും മിൻ സിഹാമിൽ ഖൗം. അതാ അവരുടെ കയ്യിൽ കുന്തമുണ്ട്, അമ്പുകളുണ്ട്. ആ അമ്പുകൾ, കുന്തമുനകൾ പ്രവാചകരെ അങ്ങേക്ക് കൊള്ളും. നഹരി നഹരി ദൂന നഹരിക് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ കുന്തമുനകൾ, ആ വാൾത്തലപ്പുകൾ, ആ അമ്പിന്റെ മുനകൾ അതൊക്കെ എൻ്റെ ശരീരത്തിലേക്ക് ഞാൻ ഏറ്റുവാങ്ങിക്കൊള്ളാം. അങ്ങ് ഉയരരുത്, എത്തി നോക്കരുത് എന്ന് പ്രവാചകന് താക്കീത് ചെയ്യുന്ന, സ്വന്തം ശരീരത്തെക്കാളേറെ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന അബൂ ത്വൽഹമാരെ ആ പ്രവാചകന് ചുറ്റും നമുക്ക് കാണാൻ കഴിയുന്നു. അതെ, ഈ പ്രായോഗിക തലത്തിൽ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചവരായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. നമുക്കവരെ അങ്ങനെ കാണാൻ കഴിയും. മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ശത്രുക്കൾ കൊണ്ടുപോവുകയാണ്. മക്കയുടെ പുറത്ത് തൻഈമിലേക്ക് കൊണ്ടുപോകുന്നു. എന്തിനാണ് കൊണ്ടുപോകുന്നത്? അദ്ദേഹത്തെ വധിക്കാൻ കൊണ്ടുപോവുകയാണ്, കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊല്ലാൻ കൊണ്ടുപോയി കഴുമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോ മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ ചോദിക്കുന്നു. അന്ന് അബൂ സുഫിയാൻ, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. ആ ശത്രുപക്ഷത്ത് അബൂ സുഫിയാൻ ഉണ്ട്. അബൂ സുഫിയാൻ അടങ്ങുന്ന സംഘമാണ് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്. എന്താണ് അവർ ചോദിക്കുന്നത്? യാ സെയ്ദ് അതുഹിബ്ബു അന്ന മുഹമ്മദൻ ഇൻദന അൽആന ഫീ മകാനിക നദ്രിബു ഉനുഖഹു. സെയ്ദേ, എന്താ ഈ സന്ദർഭത്തിൽ മുഹമ്മദിന്റെ ആദർശം സ്വീകരിക്കുക വഴി ഇന്ന് ഈ കൊലക്കത്തിക്ക് കരുവാകാൻ പോകുന്ന നിന്റെ അഭിപ്രായം എന്താ? ഒരഭിപ്രായം നീ പറയണം. എന്താ ഞങ്ങളുടെ ചോദ്യം എന്നറിയുമോ? നിന്റെ സ്ഥാനത്തിതാ നിന്റെ പ്രവാചകൻ ഇരിക്കുന്നു, എന്നിട്ട് വനദ്രിബു ഉനുഖഹു, അദ്ദേഹത്തിന്റെ കണ്ഠം ഞങ്ങൾ വെട്ടിക്കളയുന്നു, അദ്ദേഹത്തെ ഞങ്ങൾ വധിച്ചു കളയുന്നു. വഅന്നക ഫീ അഹ്ലിക്, അതിന് പകരമായി നിന്നെ ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക് പറഞ്ഞേക്കാം, നിനക്ക് സമാധാനത്തോടെ നിന്റെ കുടുംബത്തിൽ വസിക്കാം. എന്താ നിന്റെ അഭിപ്രായം? കൊലക്കത്തിക്ക് മുമ്പിൽ മൂർച്ചയുള്ള വാളുമായി തന്നെ വധിക്കാനൊരുങ്ങിയ ശത്രുപക്ഷത്തിന് മുമ്പിൽ
ഭയലേശമന്യേ മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ അൽആന ഫീ മക്കാനിഹി അല്ലദീ ഹുവ ഫീഹി. ഇവിടെ എൻ്റെ പകരം ഈ വാൾത്തലപ്പിന് മുന്നിലല്ല, മറിച്ച് എൻ്റെ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ എവിടെയാണോ അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് തുസീബുഹു ശൗക്കത്തൻ തുഖ്ദി, ആ പ്രവാചകന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മുള്ള് തറക്കുന്നത് പോലും അതുപോലും എനിക്ക് സഹിക്കാൻ കഴിയുകയില്ല. അന്നി ജാലിസും ഫീ അഹ്ലി, അത് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോഴായാലും. ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്നു, പക്ഷേ നിങ്ങളുടെ വാളിന്റെ മുന്നിലല്ല എൻ്റെ പ്രവാചകൻ. ആ പ്രവാചകൻ ഇപ്പോ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് ആ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഈ സെയ്ദിന് സഹിക്കാൻ സാധിക്കില്ല എന്ന് ശത്രുവിന്റെ വാൾത്തലപ്പിന് മുമ്പിൽ പറഞ്ഞ സെയ്ദ് റളിയല്ലാഹു അൻഹു അങ്ങേ അറ്റം സ്വന്തം ജീവനേക്കാളേറെ സെയ്ദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ചു, സഹാബത്തൊക്കെ സ്നേഹിച്ചു. ഇത് കണ്ട്, ഈ സ്നേഹം കണ്ട്, ഈ വാക്ക് കേട്ട് അന്ന് ശത്രുവായിരുന്ന അബൂ സുഫിയാൻ പറഞ്ഞുപോയി, മാ റഅയ്തു മിനന്നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റൊരാൾ സ്നേഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് വല്ലാത്തൊരു സ്നേഹമാണ് എന്ന് ശത്രുപക്ഷത്തിരുന്നു കൊണ്ട് അബൂ സുഫിയാൻ പറയുമാറ് ആ പ്രവാചകന്റെ സഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഇതാണ് നബി അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ. അങ്ങേ അറ്റം പ്രവാചകനുമായിട്ട് അങ്ങേ അറ്റം ബന്ധമുള്ളവരാണ്. പ്രവാചകനെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. പക്ഷേ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും നമുക്കറിയാം നമ്മോടൊപ്പം ആ പ്രവാചകൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പിന്നെ എങ്ങനെയാ നമ്മൾ ആ പ്രവാചകനെ സ്നേഹിക്കുന്നത്? നമുക്കെങ്ങനെയാണ് ആ പ്രവാചകനെ സ്നേഹിക്കാൻ സാധിക്കുക? ഏത് രൂപത്തിലാണ് പ്രവാചകനെ നമ്മൾ സ്നേഹിക്കേണ്ടത് എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ടാകും. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ലഘുകൃതിയുണ്ട്, അൽ ഉസൂലു സലാസ എന്നുള്ള കൃതി. ആ കൃതിയിൽ ഷഹാദത്ത് കലിമയെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ ഷഹാദത്ത് കലിമയുടെ രണ്ടാം ഭാഗം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഒരാൾ സാക്ഷ്യം വഹിക്കുമ്പോൾ അയാൾക്ക് ബാധ്യതയുള്ള, അയാൾ അതിനെ സാക്ഷാത്കരിക്കുന്ന, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രയോഗത്തിൽ കൊണ്ടുവരേണ്ട ചില കാര്യങ്ങളുണ്ട്. കേവലം ഞാനും ഒരു മുസ്ലിമാണ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കേവലം പറഞ്ഞു പോയാൽ പോരാ. അങ്ങനെ പറയുന്ന ഒരാൾക്ക് ബാധ്യതയാകുന്ന 4 കാര്യങ്ങളെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് ത്വാഅത്തുഹു ഫീമാ അമർ. ത്വാഅത്തുഹു ഫീമാ അമർ, ഒന്നാമത്തത് ത്വാഅത്തുഹു ഫീമാ അമറ എന്നാണ്. എന്താണ് ത്വാഅത്ത്? അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കുക, അനുധാവനം ചെയ്യുക, പിൻപറ്റുക. ഇത്തിബാഉ ത്വാഅത്ത് എന്നൊക്കെ ഹദീസിലും അതുപോലെ തന്നെ പ്രവാചകന്റെ ഹദീസിലും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലുമൊക്കെ ആയിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ അത്തരം പ്രവാചകന്റെ ശരീരത്തിന് സംരക്ഷണ വലയം തീർക്കാൻ നമ്മുടെ കൂടെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കൂടെയില്ല. പക്ഷേ ആ പ്രവാചകന്റെ ഹദീസുകൾ നമ്മോടൊപ്പമുണ്ട്, ആ പ്രവാചകന്റെ കൽപ്പനകൾ നമ്മോടൊപ്പമുണ്ട്. ത്വാഅത്തുഹു ഫീമാ അമർ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ ശിരസാ വഹിക്കുക. ഇത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ എനിക്കും നിങ്ങൾക്കും നിർബന്ധമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ, നിർബന്ധമായ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഖുർആനിൽ കാണാം, അത്തിഉല്ലാഹ വറസൂൽ, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. ഇങ്ങനെ പല രൂപത്തിലും നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വ അത്തിഉർ റസൂൽ, അല്ലാഹുവിന്റെ ദൂതനെയും അനുസരിക്കണം. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ പ്രവാചകൻ, അങ്ങനെയാ അള്ളാഹുവിന്റെ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകനെ ആ രൂപത്തിൽ സ്നേഹിക്കേണ്ടതുണ്ട്. അവർക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുക എന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. വറഹ്മതി വസിഅത് കുല്ല ശൈഇൻ ഫസഅതുബുഹാ ലില്ലദീന യത്തഖൂന വയുതൂന സകാത വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ. എൻ്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്ന, സകാത്തുകൾ കൊടുക്കുന്ന, തഖ്വയുള്ള ആളുകൾ
ആളുകൾക്ക് എൻ്റെ റഹ്മത്ത് ഞാൻ ചൊരിഞ്ഞു കൊടുക്കും, എൻ്റെ കാരുണ്യം ഞാൻ ചൊരിഞ്ഞു കൊടുക്കും. തീർന്നില്ല. അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മി, നിരക്ഷരനായ ആ പ്രവാചകനെ ഇത്തിബാ ചെയ്യുന്ന ആളുകൾക്ക്, പിൻപറ്റുന്ന ആളുകൾക്ക് അവർക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്ത് അല്ലാഹു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. ഇങ്ങനെയാ അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹുവിൻ്റെ സ്നേഹം ലഭിക്കാൻ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അല്ലാഹുവിൻ്റെ ഇഷ്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് നാം പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ നബിയെ ഖുൽ അങ്ങ് പറഞ്ഞു കൊടുക്കണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? എന്നെ പിൻപറ്റുക, എന്നെ പിൻപറ്റുക. ഞാനും നബിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിച്ചോ കേവലം ഒരു കലിമ ചൊല്ലിയോ പോരാ. ഫത്തബിഊനി, ഇത്തിബാ ഉണ്ടാവണം. ആ പ്രവാചകന്റെ വാക്കുകൾ, ആ പ്രവാചകന്റെ കൽപ്പനകൾ അത് ജീവിതത്തിൽ ഉണ്ടാവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. എങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്, എങ്കിലുള്ള ഓഫർ എന്താ? അല്ലാഹുവിന് നിങ്ങളെ ഇഷ്ടമായിരിക്കും, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. തീർന്നില്ല. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും അല്ലാഹു ഏറെ കരുണ ചെയ്യുന്നവനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാന്റെ 31-ാമത്തെ ആയത്തിലും അല്ലാഹു പറയുന്നു. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പലരുടെയും ആ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ലൗ കാന ഹുബ്ബുക صادقا لأطعته إن المحب لمن يحب مطيع لو كان حبك صادقا لأطعته. നബി എനിക്ക് ഇഷ്ടമാണ്, നബിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മുഹമ്മദ് നബിയാണ് എൻ്റെ നേതാവ്, ഞാൻ നബിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ പലരും പറയും. പക്ഷേ നിന്റെ ആ വാക്ക് അത് സത്യസന്ധമാണെങ്കിൽ ലഅതഅതഹു, നീ അദ്ദേഹത്തെ അനുസരിക്കും. എങ്ങനെയാണ് ഒരാളെ നീ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നീ അദ്ദേഹത്തെ അനുസരിക്കുന്നുണ്ടോന്നാ. ഉപ്പ പറഞ്ഞതൊന്നും അനുസരിക്കാൻ തയ്യാറല്ല, പക്ഷെ ഉപ്പാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നത് എത്രത്തോളം വൈരുദ്ധ്യമാണോ അതുപോലെയാ പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിലില്ലാതെ, പ്രവാചകന്റെ കൽപ്പനകൾ ഗൗനിക്കാതെ ഞാനും നബിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നടക്കുന്നത് എന്നാ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നത്. കാരണം ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, ഒരാൾ മറ്റൊരാളെ ഇഷ്ടം വെക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ പേരിൽ തന്നെ അയാൾ അനുസരിക്കാനും ആ വ്യക്തി തയ്യാറാകുമെന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നാമതായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ആ സ്നേഹം അനുസരണയിലൂടെ ആവണമെന്നാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി കൊണ്ട് ഷഹാദത്ത് ചൊല്ലിയ ആളുകളുടെ ബാധ്യത പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് രേഖപ്പെടുത്തി തരുന്നത്, പഠിപ്പിച്ചു തരുന്നത്. ഇതേ രൂപത്തിൽ തന്നെ പ്രവാചകനെ അനുസരിക്കാതിരുന്നാലോ അത് വലിയ ഫിത്നയുണ്ടാകുമെന്നും വയുസീബഹും അദാബുൻ അലീം സൂറത്തു നൂറിൽ കാണാം. അത് വലിയ അപകടങ്ങൾ, ശിക്ഷകൾ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചില ഹദീസുകൾ ഇത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, എൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, തൽക്കാലം അത് സ്വഹീഹായ ഹദീസുകളൊക്കെ ആയിക്കൊണ്ട് അതൊക്കെ മാറ്റിവെക്കാം എന്നുള്ള രൂപത്തിൽ അത്തരം ഹദീസുകളെയൊക്കെ മാറ്റിവെച്ച് ഈ കാലഘട്ടത്തിൽ, ഈ സമൂഹത്തിൽ 21-ാം നൂറ്റാണ്ടിൽ ഇപ്പം നമ്മൾ ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയപ്പോ എന്ന് പറഞ്ഞ് പ്രവാചകന്റെ ഹദീസുകളെ മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് അപകടം വിളിച്ചു വരുത്തുമെന്നുള്ളതാണ്. അത് ഷഹാദത്ത് കലിമക്ക് ഭംഗം വരുത്തുമെന്നുള്ളതാണ്. അതിൻ്റെ രണ്ടാമത്തെ പാതി നമ്മൾ പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകനെ നമ്മൾ അനുസരിക്കുക വഴി റസൂലുള്ളാഹി പറഞ്ഞതുപോലെ മൻ അതാഅനി ഫഖദ് അതാ അല്ലാഹ്, എന്നെ ആരെങ്കിലും അനുസരിച്ചാൽ അത് കേവലം എനിക്കുള്ള അനുസരണയല്ല, മറിച്ച് ഫഖദ് അതാ അല്ലാഹ്, അവൻ അല്ലാഹുവിനെയാണ് അനുസരിച്ചത് എന്ന് റസൂലുള്ളാഹി. വമൻ അസ്വാനി ഫഖദ് അസല്ലാഹ്, എന്നെ ആരെങ്കിലും ധിക്കരിച്ചാലോ അത് എന്നെ ധിക്കരിക്കുന്നതല്ല, അത് അല്ലാഹുവിനെ തന്നെയുള്ള ധിക്കാരമാണ്, അനുസരണക്കേടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല. രണ്ടാമതായിക്കൊണ്ട്
ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വതസ്ദീഖുഹു ഫീമാ അഖ്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതെല്ലാം സത്യപ്പെടുത്തണം. തസ്ദീഖ്, സത്യപ്പെടുത്തുക. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. കലിമ ചൊല്ലിയ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ അതൊന്നും എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ, അതൊക്കെ ഉണ്ടാകോ, അതൊക്കെ സത്യം തന്നെ ആവോ? അല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്നുള്ള പേര് ലഭിച്ചത് എങ്ങനെയാ? ശത്രുക്കൾ കാത്തു നിൽക്കുക, അബൂബക്കർ സ്ഥലത്തില്ല, അബൂബക്കർ വരാൻ കാത്തു നിൽക്കുക. എന്തേ കാരണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലത്തെ രാത്രിയുടെ അവസാന ഭാഗത്ത് നിന്ന് അങ്ങ് പോയിട്ടുണ്ട് മസ്ജിദുൽ അഖ്സയിലേക്ക്. അവിടെ മാത്രമല്ല, അവിടെ നിന്ന് ആകാശത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ മാത്രമല്ല, അവിടെയൊക്കെ പോയി തിരിച്ചു വന്ന് സുബഹിക്ക് മുമ്പ് അവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഏതായാലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല. പക്ഷേ മുഹമ്മദിന്റെ സന്തത സഹചാരിയായ അബൂബക്കറിന് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റൂലല്ലോ. കടന്നു വന്നു, ചോദിച്ചു അബൂബക്കറിനോട്, അബൂബക്കറെ, ദാ പുതിയ വർത്തമാനം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? എന്തേ വർത്തമാനം? അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, ദാ ഇന്നലെ ഇങ്ങനെ പോയി തിരിച്ചു വന്നിട്ടുണ്ട്, ഇതും നീ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളോട് ആരാ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള ചോദ്യം, ഇത് മുഹമ്മദ് പറഞ്ഞതാണ്. മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ? രണ്ടാമത്തെ ചോദ്യം, അതെ അങ്ങനെ പറഞ്ഞു. സദ്ദഖ്തു, അത് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ വലുത് ഓരോ ദിവസങ്ങളിലും പല പ്രാവശ്യമായിക്കൊണ്ട് തന്നെ ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അള്ളാഹുവിന്റെ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമീപത്തേക്ക് ദിവ്യ സന്ദേശവുമായി കടന്നു വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് ഇത് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമില്ല എന്ന് അവർക്ക് മറുപടി പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പ്രവാചകൻ പേരിട്ട് സിദ്ദീഖ്, സത്യപ്പെടുത്തുന്നവൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ? തസ്ദീഖുഹു ഫീമാ അഖ്ബർ. സോഷ്യൽ മീഡിയയിലൂടെ ഒരു പോസ്റ്റ് കാണുമ്പോൾ, ഒരു എത്തിസ്റ്റിന്റെ, ഒരു യുക്തിവാദിയുടെ സംശയം ജനിപ്പിക്കുന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജ് കാണുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകോ? അതൊക്കെ പറയാൻ പറ്റുമോ? അതൊക്കെ സത്യം തന്നെയാണോ? ഇതൊന്നും ഉണ്ടാകൂല എന്ന ധാരണയാണ് നമുക്ക് വരുന്നതെങ്കിൽ അപകടമാണ്, അപകടത്തിന്റെ സൂചനയാണ്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകൻ ഒരു കളവും പറയില്ല. വമാ അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. അല്ലാഹുവിന്റെ വഹ്യ് വരാതെ പ്രവാചകനൊന്നും പഠിപ്പിക്കില്ല. അത് അടിയുറച്ച് വിശ്വസിക്കുന്നവരാവണം ഞാനും നിങ്ങളും എന്നുള്ളതാണ് ഷഹാദത്ത് കലിമ ചൊല്ലിയ ഒരു മുസ്ലിമിന് അനിവാര്യമായി തീരുന്നത്. അങ്ങനെയാ ഇന്ന് നമ്മൾ പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. മറിച്ച് പ്രവാചകനെ ആ ജീവിതത്തോടുകൂടെ, ജീവനോടുകൂടെ നമ്മുടെ മുമ്പിൽ ഇല്ലാത്തപ്പോ ജീവിതത്തിൽ പ്രവാചകനെ അനുസരിച്ച് പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യപ്പെടുത്തിയിട്ട് വേണം അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കാൻ. അങ്ങേയറ്റം ജീവിതത്തിലുടനീളം പ്രവാചകനെ അനുസരിച്ചും സത്യപ്പെടുത്തിയും അങ്ങേയറ്റം പ്രവാചകനെ സ്നേഹിക്കുന്ന മുത്തബിഉ സുന്നകളിൽ തന്നെ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം മൂന്നാമതായി പറഞ്ഞു, വജിത്തിനാബു മാ നഹാ അൻഹു വസജർ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുതെന്ന് പഠിപ്പിച്ചവയിൽ നിന്ന് മാറി നിൽക്കുക. ഷഹാദത്ത് കലിമ ചൊല്ലിയ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയായിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് പ്രവാചകനെ നമ്മൾ സ്നേഹിക്കേണ്ടത്. ജീവിതത്തിൽ ഒരുപാട് ഹറാമുകളും തിന്മകളും അരുതായ്മകളും ഒക്കെ പ്രവർത്തിക്കുകയും ഞാനും പ്രവാചകൻ്റെ അനുയായിയാണ്, എനിക്കും പ്രവാചകന് വലിയ ഇഷ്ടമാണ്, ഇല്ല, ആ രൂപത്തിലുള്ള ഒരു സ്നേഹം അത് യാഥാർത്ഥ്യമല്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ഷഹാദത്തിന് തന്നെ ഭംഗം വരുത്തുന്ന പ്രവർത്തനമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്തൊന്നാണോ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഫഖുദൂ, അത് നിങ്ങൾ സ്വീകരിക്കണം, അത് നിങ്ങൾ നെഞ്ചേറ്റണം. വമാ നഹാക്കും അൻഹു ഫൻതഹു, ആ പ്രവാചകൻ നിങ്ങളോട് വിരോധിച്ചത്
അത് ജീവിതത്തിൽ ഉണ്ടാവരുത്, അത് ഉപേക്ഷിക്കണം എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ അരുതായ്മകളുണ്ടോ, ഹറാമുകളുമായിട്ടുള്ള നമ്മുടെ സമീപനം എന്താണ്? നമ്മൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അരുതെന്ന് പഠിപ്പിച്ച, ഹറാമാണെന്ന് പഠിപ്പിച്ച, നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുകയും അത് പ്രവർത്തിക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്തിലൂടെ ഞാനും മുഹമ്മദ് നബിയുടെ അനുയായിയാണ്, എനിക്കും മുഹമ്മദ് നബിയെ വല്ലാത്ത ഇഷ്ടമാണ്, ഇത്തരത്തിലുള്ള ഒരു വൈരുദ്ധ്യമായ വഴിയിലൂടെയാണോ നമ്മൾ സഞ്ചരിക്കുന്നത് എങ്കിൽ തിരിച്ചു വരികയും ഷഹാദത്തിൻ്റെ യഥാർത്ഥ വക്താക്കളായിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുകയും വേണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവസാനമായിക്കൊണ്ട് നാലാമതായിക്കൊണ്ട് നാലാമതായിക്കൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുന്നത് ഷഹാദത്ത് കലിമ ചൊല്ലിയ ഒരു മുസ്ലിമിനെ അനിവാര്യമായും, പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടാവേണ്ട നാലാമത്തെ കാര്യം അദ്ദേഹം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല ഇല്ലാ ബിമാ ശറഅ, ആ പ്രവാചകൻ ശറആക്കി തന്നതുപോലെയല്ലാതെ, ആ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലാണ് നമ്മൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടത്. നമ്മൾ എങ്ങനെ നമസ്കരിക്കണം? അത് ഇന്ന ആൾ പറഞ്ഞതുപോലെ, ഇന്ന സംഘടനയിലുള്ളതുപോലെ, ഈ രൂപത്തിൽ ഏത് രൂപത്തിലാണ് നമ്മൾ ഒരു തരത്തിലുള്ള സംശയവും വേണ്ട. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചു അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. ഞാൻ എങ്ങനെ ഹജ്ജ് ചെയ്തോ ഖുദു അന്നി മനാസിക്കക്കും, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് ഇങ്ങനെ ഓരോ പ്രവർത്തനം എങ്ങനെ വുളു എടുക്കണം അള്ളാഹിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ, എങ്ങനെയാ തല തടവേണ്ടത്, എങ്ങനെയാ കൈ കെട്ടേണ്ടത്, ഇതിലൊന്നും സംശയം ഉണ്ടാവേണ്ടതില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തു എന്ന് കേട്ടാൽ അവിടെ നിൽക്കുക. പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ മാത്രമേ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കാൻ പാടുള്ളൂ. എനിക്ക് തോന്നിയതുപോലെ ഉള്ള ദിക്റുകളും, എനിക്ക് തോന്നിയതുപോലെയുള്ള ആഘോഷങ്ങളും, എനിക്ക് തോന്നിയതുപോലെയുള്ള പ്രാർത്ഥനകളും ഇബാദത്തുകളും നമസ്കാരങ്ങളും നോമ്പുകളും ഒക്കെയായി പോകാൻ നമ്മുടെ തലച്ചോറ് കൊണ്ട് നിർണയിക്കുന്ന മതമല്ല ഇത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, വഹീ കൊണ്ട് അന്ന് തന്നെ പൂർത്തീകരിക്കപ്പെട്ട മതമാണിത്. ഈ മതത്തിലേക്കൊന്നും ചേർക്കാൻ പാടില്ല. ഇത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സാക്ഷാത്കാരമാണ്. ഷഹാദത്ത് കലിമ ചൊല്ലിയ ഓരോ മുസ്ലിമും എൻ്റെ ഉസ്താദിനെ പോലെയാണ്, എൻ്റെ സംഘടനാ നേതാവിനെ പോലെയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് എന്നല്ല പറയുന്നത്. മറിച്ച് അള്ളാഹുവിൻ്റെ ഹബീബ് സംസാരിച്ചത് മുഴുവനും, അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച ഇബാദത്തുകൾ മുഴുവനും അത് സംശയലേശമന്യേ വഹീ മുഖേനയാണ്. എൻ്റെ ഉസ്താദിന് വഹിയില്ല, എൻ്റെ നേതാവിന് വഹിയില്ല, എൻ്റെ സംഘടനാ നേതാക്കന്മാർക്ക് വഹിയില്ല. അള്ളാഹുവിൻ്റെ വഹിയുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകന് വഹിയുണ്ട്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഏത് മനുഷ്യരാവട്ടെ അവരിൽ നിന്നുള്ള സംസാരങ്ങളിലൊക്കെ എടുക്കേണ്ടതുമുണ്ടാവും, ഉപേക്ഷിക്കേണ്ടതുമുണ്ടാവും, തള്ളേണ്ടതുമുണ്ടാവും, കൊള്ളേണ്ടതുമുണ്ടാവും. ഇല്ലാ സ്വാഹിബ ഹാദൽ ഖബർ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഖബർ ചൂണ്ടി പറഞ്ഞു, ഈ ഖബറിലുള്ള വ്യക്തിയുടേതൊഴികെ. അത് രണ്ടെണ്ണമില്ല, കൊള്ളേണ്ടത് മാത്രമേ ഉള്ളൂ, എടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ. കാരണം ഇൻഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, അത് വഹി മുഖേനയുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുകയും ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിച്ച് സർവ്വതും സത്യപ്പെടുത്തി അരുതെന്ന് പറഞ്ഞതിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കാൻ പരിശ്രമിച്ച് ആ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ ഇബാദത്ത് എടുത്തുകൊണ്ട് യഥാർത്ഥ പ്രവാചക സ്നേഹിയാവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതാണ് വിശുദ്ധ ഖുർആനും ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് യഥാർത്ഥ പ്രവാചക സ്നേഹം. പ്രവാചക സ്നേഹത്തിൻ്റെ നേർരൂപം ഇങ്ങനെയാണ് എന്ന് പ്രമാണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് കൊണ്ട് ജീവിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാർ.